മകളെ, ഒരു പ്രാർത്ഥനയോടെ നമുക്കിന്ന് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ വചന ശുശ്രൂഷകരെയും പ്രഘോഷകരെയും മാധ്യമ പ്രവർത്തകരെയും കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദേശത്തെയും കർത്താവെ, നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഒരു കാഴ്ചയായി ഞാൻ സമർപ്പണം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിച്ച് കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എഴുതി തരുന്ന തിരുവചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 5-ാം തിരുവാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട്, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരും നോക്കിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായി, വചന ശുശ്രൂഷകൾക്കായി സർവ മക്കളെയും അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൻ്റെ ദാഹം വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. ഇന്ന് ലോകം ദാഹിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. വചനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് ലോകം കാത്തിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ്: വചനങ്ങളിൽ ഞാൻ തീവ്രമായ അഭിലാഷം അർപ്പിച്ചു, അതിൻ്റെ രക്ഷയ്ക്കായി പരിണമിച്ചു. വചനമാണ് രക്ഷ കൊണ്ടുവരുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊണ്ടുവരുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാക്കി തീർക്കുന്നത്. വചനമാണ് ജീവന് തരുന്നത്. ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ദാഹം വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. പഴയ നിയമ ചരിത്രത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ലോകം ദാഹിച്ചിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ ലോകം ദാഹിക്കുന്നത് വചനത്തിന് വേണ്ടിയിട്ടാണ്. വചനമാണ് മനുഷ്യനെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്നത്. വചനമാണ് ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാക്കി തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയിലൂടെ അനേകം മക്കൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എനിക്കറിയാം. വചന ശുശ്രൂഷയിലൂടെ അനേക മക്കൾ സൗഖ്യം പ്രാപിച്ചത് ഇന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ദൈവത്തെ അറിയാതെ ഇരുളിൽ കഴിഞ്ഞിരുന്ന ജനതതി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ തീവ്രമായ അഭിനിവേശത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതും ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് ഓരോരുത്തരുമായിട്ടാണ് പറയുന്നത്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും അവിടുത്തെ സുവിശേഷം അറിയിക്കുക. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? God is our loving Father. We are all brothers and sisters. ദൈവം ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവാണ്. നമ്മൾ ഓരോരുത്തരും അവിടുത്തെ സഹോദരീ സഹോദരന്മാരുമാണ്. ദൈവം ഞങ്ങളുടെ അപ്പനാണ്. ദൈവം ഞങ്ങളുടെ പിതാവാണ്. ആ പിതാവിനോട്, പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സുവിശേഷമാണ്, സദ്വാർത്തയാണ് ലോകം മുഴുവനും പോയി പ്രഘോഷിക്കപ്പെടേണ്ടത്. കാലങ്ങളിലും സമയങ്ങളിലും ഒട്ടനവധി വിശുദ്ധന്മാരും സുവിശേഷ പ്രഘോഷകരും അവതരിച്ചുകൊണ്ട് ഈ സത്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവ് നമ്മെ, വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുകയാണ്: ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തരാകാൻ വേണ്ടിയിട്ടാണ്.
എല്ലാ കാര്യങ്ങളിലും വിജയിക്കണമെന്നില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തരാകാൻ വേണ്ടിയിട്ടാണ്. വചനം ദൈവജനത്തിന് കൊടുത്ത് അവരെ വിശ്വസ്തതയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം ലോകത്തെ മുഴുവൻ ക്ഷണിക്കുന്നത്, ജനകോടികളെ മുഴുവൻ ക്ഷണിക്കുന്നത് ദീപം തെളിക്കാൻ വേണ്ടിയിട്ടാണ്. വചനത്തിന്റെ ദീപം തെളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നത്. ഓരോ സമൂഹങ്ങളെയും രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. സമർപ്പണ മനോഭാവത്തോടെ, വിശ്വസ്തയോടെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഈ കൊച്ചു ജീവിതം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, വിശ്വസ്തരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കണമെന്നില്ല. നമ്മൾ എന്തുമാത്രം ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുവോ ആ വിശ്വസ്തതയ്ക്ക് അനുഗുണമായിട്ട് ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും അനുഗ്രഹിക്കും. അപ്പോൾ ഈ ലോകത്തിന്റെ ആവശ്യം വചനത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. 2, ഈ ലോകത്തിന്റെ ആവശ്യം വിശ്വാസത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജനകോടികൾ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് നീ എന്ത് ചോദിച്ചാലും ദൈവമായ കർത്താവ് അത് നമുക്ക് സാധിപ്പിച്ചു തരും. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകം എങ്ങു പോയി പൈശാചിക ബന്ധനങ്ങൾ നീ തകർക്കുക, രോഗികളെ കൈവച്ച് പ്രാർത്ഥിക്കുക. പിശാചുകളെ ബന്ധിക്കാനായിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന അവകാശവും അധികാരവും കൊടുത്തുകൊണ്ടാണ് ശ്രീഹന്മാരെ പറഞ്ഞയക്കുന്നത്. നമ്മൾ കാണാറുണ്ടല്ലോ, വിശുദ്ധ കുർബാനയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈദികരുടെ പക്കലേക്ക്, അച്ഛന്മാരുടെ പക്കലേക്ക് കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ചെറിയ പനിയോ ചുമയോ ചിലപ്പോൾ ഞെട്ടലോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുരോഹിതൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിന് അത് വിട്ടുപോകുകയാണ്. ഞാനിത് ഓർക്കുന്നുണ്ട്, ചില വീടുകളിൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. കൊതുകിൻ്റെ ശല്യം കൂടി കഴിഞ്ഞിട്ട് ഒരപ്പച്ചൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, വീട്ടിലെ പരിസരത്ത് മുഴുവൻ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന വൃത്തികേടുകളിൽ നിന്ന് കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ്, പകർച്ചവ്യാധികൾ പകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നിട്ട് ഈ അപ്പച്ചൻ വന്ന് എന്നോട് പറയുകയാണ്, അച്ഛൻ ഈ കൊതുകിനൊന്ന് വിലക്കി തരാനായിട്ട്, ഈ കൊതുകിനൊന്ന് വിലക്കി തരാനായിട്ട്, ഈ ഈച്ചകളൊന്ന് വിലക്കി തരാനായിട്ട്. ഈ അപ്പൻ്റെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് കൊതി തോന്നി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അപ്പച്ചൻ്റെ വിശ്വാസത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാക്കി തീർക്കുന്ന, ഈ ദേശത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാക്കി തീർക്കുന്ന ഈ കൊതുക് ഈ അപ്പച്ചൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കുറെ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു, മാതൃയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക, വീട്ടിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകുകയില്ല, ഈച്ച ശല്യപ്പെടുത്താനായിട്ട് വരികയില്ല. അങ്ങനെ വിശ്വാസത്തോടു കൂടിയിട്ട് അപ്പച്ചൻ യാത്രയാകുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ അപ്പച്ചൻ വന്ന് എന്നോട് പറയുകയാണ്, അച്ചോ, വീട്ടിൽ കൊതുകൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം, പക്ഷേ കൊതുകൊക്കെ ചത്തോടെ ഇരിക്കുകയാണ്, പറക്കുന്നില്ല എന്ന്. ഈച്ചകളൊക്കെ പരിസരത്ത് പറന്ന് നടക്കുന്നുണ്ട്, പക്ഷേ ഒരെണ്ണം അകത്തേക്ക് കടക്കുന്നില്ല എന്ന്. നോക്കുക, സർവ സൃഷ്ടികളുടെ മേലും ജഡത്തിന്റെ മേലും വചനമയച്ച് അവയെ ബന്ധിക്കാനായിട്ട് ദൈവമായ കർത്താവ് ശ്രീഹന്മാരിലൂടെ വൈദികരിലൂടെ പ്രത്യേകമായിരിക്കുന്ന ശുശ്രൂഷ നടത്തുന്നവർക്കും കർത്താവ് അവകാശവും അധികാരവും നൽകിയിട്ടുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് അവകാശം നൽകിയിട്ടുണ്ട്. പൈശാചികമായ പീഡയുള്ളവര്, മദ്യപിച്ച് ലക്കും ലഗാനും ഇല്ലാതെ കടന്നു വരുന്നവര്, മാനസികമായി വിഭ്രാന്തിയുള്ളവര്, ഇവരെയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഈ ജഡത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നത് ജെറൂസലം വചന കൂടാരത്തിലെ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. കാരണം
ഒത്തിരിയേറെ മാധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ധ്യാന മന്ദിരത്തിൻ്റെ 7 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മധ്യസ്ഥ സമൂഹത്തിലുള്ള പ്രാർത്ഥന മുഴുവൻ ധ്യാന മന്ദിരത്തിൽ വരുന്ന ഏത് ജാതിക്കാരനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രഘോഷിക്കുക. ചുറുചുറുക്കോടെ ജീവിച്ചിരുന്ന ഫാദർ ഡാമിയൻ ഒരിടവക ഭരണത്തിൽ സന്തോഷം കണ്ടെത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സന്ദേശം കിട്ടിക്കൊണ്ട് കുഷ്ഠരോഗികൾ വസിക്കുന്ന മൊളോക്കോ ദ്വീപിലേക്ക് പോകുകയാണ്. പലരും വന്നിട്ട് പറഞ്ഞു, അച്ചോ, ഈ നല്ല യൗവനം, ഈ നല്ല പൗരോഹിത്യ ജീവിതം ആ കുഷ്ഠരോഗികളുടെ ഇടയിൽ കൊണ്ടുപോയി നശിപ്പിക്കരുതേ, അച്ഛൻ ഇവിടെയൊക്കെ ജോലി ചെയ്തോടെ. ദൈവത്തിന്റെ ആത്മാവ് ഫാദർ ഡാമിയനെ നയിച്ചു കൊണ്ടുപോയത് മൊളോക്കോ ദ്വീപിലേക്കാണ്. മൊളോക്കോ ദ്വീപിൽ ചെന്ന് അവിടെ വചന ശുശ്രൂഷ നടത്തി കുഷ്ഠരോഗിയോട് വചനം പറഞ്ഞു. ഒരു പ്രാവശ്യം ഫാദർ ഡാമിയൻ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കുഷ്ഠരോഗികൾ കടന്നു വരുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തേക്ക് വന്നപ്പോൾ ഫാദർ ഡാമിയൻ വാവിട്ട് കരഞ്ഞു. കാരണം അവർക്ക് കൈകളുണ്ട് പക്ഷെ വിരലുകളില്ല, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാഴ്ചകളില്ല, അവർക്ക് കാൽപാദങ്ങളുണ്ട് പക്ഷെ വിരലുകളില്ല. അദ്ദേഹം ആ ഫാദർ ഡാമിയൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച, ദൈവമേ, കൈ വിരലില്ലാത്തവർ വിരലായി തീരുവാൻ, കാൽപാദങ്ങളില്ലാത്തവർക്ക് പാദങ്ങളായി തീരുവാൻ, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണായി തീരുവാൻ എന്നെ വിളിച്ചുകൊണ്ട് വന്ന ദൈവമേ, ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു, ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളില്ലാത്തവർക്ക് കണ്ണായി തീരുവാൻ, കൈകളില്ലാത്തവർക്ക് കൈയായി തീരുവാൻ, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈശോ പറയുന്നു, നിങ്ങൾ ലോകം എങ്ങും പോയി സർവ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവീനെന്ന്. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ മൂശയുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ്. മൂശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. മൂശ പ്രവാചകൻ 34-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, മൂശ ഉടനെ നിലം പറ്റെ കുമ്പിട്ട് ആരാധിച്ച് ദൈവത്തോട് പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനാകുന്നുവെങ്കിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കണ്ടോ, ഒരു മൂശ പ്രവാചകൻ ദൈവജനത്തിന് വേണ്ടിയിട്ട് മൂശ പ്രവാചകൻ ദൈവത്തിന്റെ മുമ്പിൽ തറപ്പറ്റി വീണ്, എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീണ്, നീളം പറ്റി വീണുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും ഞങ്ങളുടെ കൂടെ അവിടുന്ന് വരണമേ. എന്റെ ജനം ദുശാഠ്യത്തിൽ കഴിയുന്നവരാണെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എന്റെ കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് അങ്ങയുടെ സ്വന്തം ജനമായി മാറ്റണമേ. ഓ, എന്തൊരു പ്രാർത്ഥനയായത്! മൂശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഞാനും എന്റെ ജനതയും ദുശാഠ്യക്കാരനാണെങ്കിലും കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വരണമേ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ പ്രവർത്തികളിലും വന്നുപോയ എല്ലാ കുറ്റങ്ങളും എല്ലാ കുറവുകളും ക്ഷമിച്ചുകൊണ്ട് അവിടത്തെ സ്വന്തം ജനമാക്കി മാറ്റണമേ എന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വചന പ്രഘോഷകന്മാർ, മൂശമാർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള വിധേയത്വവും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ടാണ് വചന ശുശ്രൂഷകർ രംഗത്തേക്ക് കടന്നു വരാത്തത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലേക്കും വചനത്തിന്റെ വിത്ത് കടന്നു ചെല്ലട്ടെ. രോഗികളുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ, പാപികളുണ്ടെങ്കിൽ മാനസാന്തരപ്പെടട്ടെ, ദുശീലങ്ങളിൽ അകപ്പെട്ടവർ ഉണ്ടെങ്കിൽ അതിന് വിടുതൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ധാരാളം വചന പ്രഘോഷകരെ കർത്താവ് കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ, വചനത്തിന്റെ ആഘോഷങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ, വചനത്തിന്റെ സെലിബ്രേഷൻ നടത്തുവാനായിട്ട് ഏത് പാവപ്പെട്ടവനെയും കർത്താവ് എടുത്ത് ആയുധമാക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ദാഹമാണ് വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം. ലോകത്തിന്റെ ദാഹമാണ് വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം. ഈ വിശ്വാസദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കുറെ യുവാക്കന്മാർ 10-ാം പീസ് മാപ്പാപ്പയെ കണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ ഈ ലോകത്തെ വിശുദ്ധമാക്കി തീർക്കുവാൻ, ദൈവരാജ്യമാക്കി മാറ്റുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ പിതാവിനോട് ആവശ്യപ്പെടും, ഞങ്ങൾ ധ്യാനമന്ദിരങ്ങൾ ഉണ്ടാക്കാം, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടാക്കാം, മറ്റു പല നവീകരണ പ്രസ്ഥാനം നടത്താം. ഞങ്ങൾ എന്താണ് പിതാവേ ഈ ലോകത്തെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റുവാൻ, ഒരു ദൈവരാജ്യമാക്കി മാറ്റുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 10-ാം പീയൂസ് മാർപ്പാപ്പ പ്രാർത്ഥനയോടെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന യുവജനങ്ങളെ മാറി മാറി നോക്കിക്കൊണ്ട് അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം പിതാവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായി തീരാം, നിങ്ങളും വിശുദ്ധരായി തീരുക. നമ്മൾ വിശുദ്ധരായി തീരുമ്പോൾ ഈ ലോകം മുഴുവൻ ദൈവരാജ്യമായി മാറും. എത്ര മനോഹരമല്ലേ? 10-ാം പീസ് മാപ്പാപ്പ യുവജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വിശുദ്ധനായി തീരാം, നിങ്ങളും വിശുദ്ധരായി തീരുക. നമ്മൾ വിശുദ്ധരായി തീരുമ്പോൾ ഈ ലോകം ദൈവരാജ്യമായി മാറും. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ പറഞ്ഞത്, ഞാൻ വിശുദ്ധനായി തീരാം, ഞാൻ വിശുദ്ധരായി തീരാം, നിങ്ങളും വിശുദ്ധരായി തീരുക. ഞാനും നിങ്ങളും വിശുദ്ധരായി തീരുമ്പോൾ, നമ്മൾ വിശുദ്ധരായി തീരുമ്പോൾ ലോകം മുഴുവൻ ദൈവരാജ്യമായി മാറുമെന്ന്. കർത്താവിൻ്റെ തിരുവചനം ശിരസ വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വചനത്തിന് സാക്ഷികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സൈന്യം പോലെ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നവരുടെ മധ്യ കൂടെ ദൈവം ഒരു സൈന്യം പോലെ നമ്മുടെ മുന്നാലെ നടക്കും. നമുക്കെതിരെ എത്ര വലിയ ശത്രു സൈന്യം പാളയമടിച്ചാലും വിജയമാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മുമ്പേ പോകുന്നത് ദൈവമായ കർത്താവാണ്. ജെറമിയയുടെ പുസ്തകം 31-ാം അധ്യായം 33-ാം തിരുവാക്യത്തിൽ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, എന്റെ നിയമം നിന്റെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും, എന്റെ നിയമം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും, ഞാൻ അവിടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ജെറമിയ 31:33 നാം വായിക്കുന്നു, ഞാൻ എൻ്റെ നിയമം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എഴുതും. ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കുന്നത് പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അപ്പനാണ്, പിതാവാണെന്നും നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരുമാണെന്നുള്ള ഈ സത്യമാണ് ജെറമിയ പ്രവാചകൻ 31-ാം അധ്യായം 33-ാം തിരുവാക്യത്തിലൂടെ നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സന്ദേശം ശിരസ വഹിച്ചുകൊണ്ട് ലോകമെമ്പാട് വചനശുശ്രൂഷ വ്യാപൃതമായിരിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഓ ദൈവമായ കർത്താവേ, വചനത്തിൻ്റെ സംവാഹകരും വചനത്തിൻ്റെ സാക്ഷികളുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സുവിശേഷ ഗ്രന്ഥം കൈകളിൽ എന്തിക്കൊണ്ട് വചനത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുന്ന അനേകം വചന പ്രഘോഷകരെയും വചനം പ്രഘോഷിക്കുന്ന ധ്യാനമന്ദിരങ്ങളെയും അവിടെ ആത്മീയ ശുശ്രൂഷ നടത്തുന്ന സർവരെയും ഈശോയെ നിന്റെ തൃപാദത്തിലേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. വചനം